എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഇതാ ഇന്നലത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായ ഉണ്ടാക്കുകയാണ്. എനിക്കല്ല കേട്ടോ, അമ്മക്കുട്ടിക്കാണ്. ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അതുപോലെ തന്നെ കൂടെ നിൽക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയത് ദോശയാണ് കേട്ടോ. അമ്മ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അമ്മയ്ക്ക് ഇഡ്ഡലിയാണ് കഴിക്കാൻ ഇഷ്ടം, എനിക്ക് ദോശയും. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും മിക്കവർക്കും ദോശ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. റോക്കിയൊന്നും ഇഡ്ഡലി തിരിഞ്ഞു പോലും നോക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോക്കിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മുട്ടയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. നമ്മളിവിടെ വെജാണല്ലോ ഇപ്പോൾ കഴിക്കണത്. അവന് പക്ഷേ നോണൊക്കെ വേണം, അതുകൊണ്ട് അവൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചട്നി ഉണ്ടാക്കി, നാളികേരത്തിൻ്റെ പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കൊണ്ടിട്ട് നമ്മുടെ ജാനകിക്ക് കൊടുത്തു. പാവം കുറേ നേരമായിട്ടോ അവിടെ ഇരുന്ന് വിശന്ന് കരയാണ്. അവളുടെ കഴിക്കൽ കാണാൻ തന്നെ നല്ല രസമുണ്ട്. തണുപ്പൊക്കെ അല്ലേ, നല്ല വിശപ്പുണ്ടാവും അവൾക്ക്. അപ്പം നമ്മുടെ അമ്മൂട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കാർത്തി ദോശ കഴിച്ചില്ല. കാർത്തിക്ക് ഞാൻ കുറച്ച് സ്വീറ്റ്സാട്ടോ കൊടുത്തത്. ആൾക്ക് രാവിലെ ഭയങ്കര ഇഷ്ടം സ്വീറ്റ്സാണ്. അപ്പോൾ അവരെ നോക്കണേ കണ്ടില്ലേ നമ്മുടെ ജാനകി, അവർ രണ്ടുപേരും അപ്പുറത്തിരിക്കണുണ്ട്. അതാണ് കേട്ടോ ആ നോക്കണത്. ജാനകിക്ക് എങ്ങനെയാണ് കേട്ടോ, ഭയങ്കര കെയറിങ് ആണ്. അവരവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ആൾ കഴിക്കണമെങ്കിൽ നോക്കും. കാരണം അവരിവിടെ വന്നിരുന്നിട്ടാണല്ലോ കഴിക്കാറുള്ളത്. ഒരു പാവമാണ് കേട്ടോ നമ്മുടെ ജാനകി കുട്ടി. അപ്പം ജാനകിയും അമ്മുവും എല്ലാവരും ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ റോക്കി അപ്പുറത്ത് കിടന്ന് നല്ല ബഹളമാണ്. റോക്കിക്ക് ഇവർ ഇരിക്കുന്നതിൻ്റെ താഴെ വന്നിരുന്ന് ഇവരെയും നോക്കിയിരിക്കണം. കണ്ടില്ലേ, ഞാനപ്പോൾ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് പൂട്ടിയിട്ടു കേട്ടോ. കാരണം ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം വയ്ക്കും. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ജാനകിക്കുട്ടി കഴിച്ചു കഴിഞ്ഞ് ബാക്കി കൊത്തിയെടുത്ത് പറക്കും. കുഞ്ഞുണ്ടോ എന്നൊരു സംശയമുണ്ട് അവൾക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജോലിയായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ ചട്ടിയിലും നിറച്ച് മണ്ണും ചെളി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ടോ ഞാൻ കാണുന്നു, പക്ഷെ തീരെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ പൂക്കളൊന്നും വളരെ കുറവാണ്. കുറച്ച് 4 മണി 10 മണി അങ്ങനത്തെ ചെടികളിലൊക്കെ ഉണ്ട് കേട്ടോ. റോസിലും ഒക്കെ പൂവുണ്ട്, ബാക്കി ഒന്നിലും പൂവില്ല. അപ്പോൾ നമ്മുടെ ചിത്രശലഭങ്ങളൊക്കെ വന്നിരുന്ന തേൻ കുടിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് വന്നിരുന്ന് നമ്മുടെ 4 മണിയുടെ ഈ കളറും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ള കളറുണ്ടല്ലോ, അതും എനിക്കുണ്ട് കേട്ടോ. കുറേ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ 10 മണി ചെടി, രാജമല്ലി, മന്ദാരം, അതിലൊക്കെയാണ് കേട്ടോ പൂവുള്ളൂ. ഇപ്പോൾ രാജമല്ലി ഒന്നും ഞാൻ പറഞ്ഞില്ലേ വെട്ടാതെ നിർത്തിയിരിക്കുന്നത്, ഈ ബട്ടർഫ്ലൈസിനൊക്കെ ഇതുപോലെ വന്ന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മിക്ക ചെടികളിലും പൂവൊന്നുമില്ല. മഴയായതുകൊണ്ട് എല്ലാം പൂവില്ലാണ്ട് അങ്ങ് ചീഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ചട്ടിയൊക്കെ കഴുകി വെച്ച് ആ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 12 മണിയാവാറായി. പിന്നെ വന്നിട്ട് ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തു. കാരണം എന്താ വെച്ചാൽ പിന്നെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. നമ്മളങ്ങനെയല്ലേ, മറ്റു ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ വരും. അപ്പോൾ പിന്നെ അന്നത്തെ ലഞ്ച് വളരെ ലളിതമായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം ഞാൻ തയ്യാറാക്കിയെടുത്തത് പണ്ട് നമ്മുടെ അമ്മമാർ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നു വിട്ടിരുന്ന ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടല്ലോ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാക്കാറുള്ളത്. സവാളയൊന്നും അത്ര അങ്ങ് ചേർക്കില്ല. അപ്പോൾ കായയും പിന്നെ കുറച്ച് വൻപയർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. എനിക്ക് ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിരിക്കണം മെഴുക്കുവരട്ടി അല്ല ഇഷ്ടം. എനിക്കിഷ്ടം കുറച്ച് കുഴഞ്ഞിരിക്കണം മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ അമ്മയും പറഞ്ഞു ഇനിയിപ്പോൾ ഇനി കറികളൊന്നും വേണ്ട, അത് മതി. ഒരു മോരെടുത്തിട്ട് മോരും കാച്ചിയെടുത്തു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ ഇതിനു മുമ്പ് മോര് കാച്ചിയതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ചോറ്റുപാത്രത്തിൽ കഴിക്കാനൊരു മോഹം തോന്നി. 4ാം ക്ലാസ് തൊട്ട് എനിക്ക് അമ്മ തന്നുവിട്ട ചോറ്റുപാത്രമാണ് കേട്ടോ. അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത്. അപ്പം എന്തായാലും ഒരു ചമ്മന്തി അമ്മ അരച്ച് തന്നു. അങ്ങനെ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും അതുപോലെ തന്നെ കണ്ണിമാങ്ങയും പിന്നെ നമ്മുടെ മോര് കാച്ചിയതും കൂട്ടിയിട്ടായിരുന്നു എൻ്റെ ഭക്ഷണം. ചോറ്റുപാത്രത്തിൽ കഴിക്കാനുള്ളൊരു മോഹം കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്